ഹലോ, എല്ലാവർക്കും ഹാപ്പി ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കപ്പുളിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വെണ്ടയ്ക്ക കറി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നോക്കാം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന്. വെണ്ടയ്ക്കപ്പുളി ഉണ്ടാക്കാനായിട്ട് മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും ഒരു 3-4 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വേണം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഞാനൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് 10-15 ചെറിയ ഉള്ളിയുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളകും പിന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് 5 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടിയുടെ പച്ച സ്മെല്ലെല്ലാം പോകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മസാലയിലിട്ടിട്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത്. നല്ല പുളിയുള്ള പുളിയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. ചില പുളിക്ക് നല്ല മധുരം ഉണ്ടാവും, അപ്പോൾ കുറച്ച് കൂടുതൽ പുളി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു 4 ചെറിയുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താണ്. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് കഴുകി വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കറി നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളച്ച് വരട്ടെ കറി നമ്മളുടെ. എരിവും പുളിയെല്ലാം നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളുടെ വെണ്ടയ്ക്ക പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വെണ്ടയ്ക്ക കറി തയ്യാറാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഡിഫറെൻറ്റ് റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.